വാഗ്മി 2024 ഭാഗമായുള്ള ഉത്തരമേഖലാ പ്രസംഗ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി മുരളി കൃഷ്ണ ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന നിയമവകുപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് ഇത്തരത്തിലൊരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാലത്ത് അതേക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് കേരള നിയമ സെക്രട്ടറി കെ.ജി. സനൽകുമാർ അഭിപ്രായപ്പെട്ടു. 2024 ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന നിയമവകുപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വാഗ്മി 2024 ഉത്തരമേഖലാ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ. അത് കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണഘടനയുടെ മൂല്യങ്ങളും അന്തസ്സത്തെയൊക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ നിയമവകുപ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവറുകളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിയമവകുപ്പ് ഓഫീസിൽ മാത്രം ഇരുന്നാൽ പോരാ, മറ്റ് സമൂഹത്തിലെ വിവിധ കോണുകളിലെത്തി അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരമേഖലാ പ്രസംഗ മത്സരത്തിൽ പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥി മുരളി കൃഷ്ണ 1ാം സ്ഥാനം നേടി. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥി വി.എ. ആൻസി 2ാം സ്ഥാനവും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ഇ.എ. മുഹമ്മദ് സാലിഹ് 3ാം സ്ഥാനവും നേടി. ചടങ്ങിൽ ലോ കോളേജ് പ്രിൻസിപ്പൽ കെ.എസ്. വിദ്യുത് അധ്യക്ഷനായി. ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വവും തുല്യനീതിയും സ്വാതന്ത്ര്യവുമെല്ലാം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ നിയമ സെക്രട്ടറി ഷിബു തോമസ്, അസിസ്റ്റന്റ് ലീഗൽ ഓഫീസർ ജെ.എ. സൈജു, മുൻ ജില്ലാ ജഡ്ജി കെ.കെ. കൃഷ്ണൻകുട്ടി, നിയമവകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി എം.കെ. സാദിഖ്, ലോ കോളേജിലെ മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആർ.കെ. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനയുടെ ആമുഖം വായിച്ചായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. നവംബർ 27-നായിരുന്നു ഫൈനൽ മത്സരം. 25,000, 15,000, 10,000 രൂപയാണ് ആദ്യ 3 സമ്മാനങ്ങൾ. വിജയികൾക്ക് ഇതിനു പുറമെ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകും. മറ്റ് ഫൈനൽ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.